ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി ചെയ്തിട്ട് മാറിന്റെ സൈസ് കൂട്ടാൻ വേണ്ടി വരുന്നവർ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ ഈ ബ്രസ്റ്റിന്റെ സൈസ് കൂട്ടാൻ വേണ്ടി, ഈ ഓപ്പറേഷൻ അല്ലാണ്ട്? ഹോർമോൺസിന്റെ ടാബ്ലറ്റ് എടുത്താൽ കൂടുമോ? ഫീമെയിൽസിൽ ഈസ്ട്രജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ എടുത്താലും ബ്രസ്റ്റിന്റെ സൈസ് കൂടില്ല. സെക്കൻഡ് ഈസ് മസാജ്. ബ്രസ്റ്റ് മസാജ് ചെയ്താൽ ബ്രസ്റ്റിന്റെ സൈസ് കൂടുകയുള്ളൂ. ബ്രസ്റ്റിന്റെ മസാജ് ചെയ്തുകൊണ്ട് ബ്രസ്റ്റിന്റെ സൈസ് കൂടുകയോ ഇല്ല. തേർഡ് തിങ് ഈസ് മസിൽസ് ടോൺ കൂടുകയാണെങ്കിൽ ബ്രസ്റ്റിന്റെ സൈസ് കൂടുക എന്നുള്ളത്. എന്നാൽ മസിലിന്റെ ടോൺ കൂടിയാലും ബ്രസ്റ്റ് സൈസ് കൂടില്ല. എന്നാൽ ഒരു ഗുണമുള്ളത്, ഈ ബ്രസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ മസിലിന് മുമ്പത്തെ ഒരു ഫേഷ്യ എന്ന് പറഞ്ഞ ഒരു ഷീറ്റിലും കൂടിയാണ്. അപ്പം മസിൽ ഇടിഞ്ഞിടക്കുന്ന മസിൽ കുറച്ചൊന്ന് ടോണ്ടായാൽ ചിലപ്പോൾ ബ്രസ്റ്റിന്റെ ഇടിഞ്ഞ് നിൽക്കുന്നത് കുറച്ചൊന്ന് അതിന്റെ കൂടെ ലിഫ്റ്റ് ആയേക്കാം. പിന്നെയുള്ളതാണ് സക്ഷൻ ഡിവൈസസ്. അതായത് കപ്പുകളൊക്കെ വെച്ചിട്ട് വാക്യൂം സക്ഷൻ കൊടുത്തിട്ട് ഇങ്ങനെ, അപ്പോൾ ബ്രസ്റ്റ് അതിൻ്റെ അകത്തിരുന്ന് വലുതാകുന്ന അങ്ങനെയുള്ളൊരു ടെക്നീക്ക് ഉണ്ട്. പക്ഷേ അതിലും ഒരു ക്യൂർ അല്ല. മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ നോൺ സർജിക്കൽ മെത്തേഡ്സ് കൊണ്ടിട്ടോ ബ്രസ്റ്റിന്റെ സൈസ് കൂട്ടാൻ അൺഫോർച്ചുനേറ്റ്ലി പറ്റില്ല. ഫീമെയിൽ ബോഡിയിൽ ഹോർമോൺസിന്റെ കുറവ് കാരണം ആണെങ്കിൽ ചിലപ്പോൾ ഹോർമോൺസ് എടുത്താൽ അത് കൂടിയേക്കാം. പക്ഷേ ദാറ്റ് ഇസ് വെരി വെരി റെയർ. ഇൻ സമ്മറി, മസാജിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സക്ഷൻ ഡിവൈസസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ടോ വലിയൊരു വ്യത്യാസം നമ്മുടെ ബ്രസ്റ്റ് സൈസിലോ അല്ലെങ്കിൽ ലിഫ്റ്റിലോ വരുന്നില്ല. എങ്ങനെയാണ് ഓരോ ആൾക്കാരുടെയും ബ്രസ്റ്റ് സൈസ് തീരുമാനിക്കപ്പെടുന്നത്? ദാറ്റ് ഇസ് ജനറ്റിക്. നമ്മുടെ ബോഡി അനുസരിച്ചിട്ട്, നമ്മുടെ ഹോർമോൺസ് അനുസരിച്ചിട്ട് ഓരോ ആൾക്കും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടൊരു അവരുടെ രീതിയിലുള്ള ബ്രസ്റ്റിന്റെ സൈസാണ് വരുന്നത്. അത് നമുക്ക് ഇങ്ങനത്തെ ടെക്നീക്സിൽ കൂടി അതിനെ കുറയ്ക്കാനോ കൂട്ടാനോ പറ്റില്ല.